ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഫസ്റ്റ് ഡേയിലെ രണ്ടാമത്തെ സ്പോട്ടിലേക്കാട്ടോ പോകുന്നത്. ഇതും ബാങ്കോക്കിൽ നിന്ന് പട്ടായയിലേക്ക് പോകുന്ന വഴിക്ക് തന്നെയാണ് ഈ ഒരു സ്പോട്ടും വരുന്നത്. ഇത് റോഡ് സൈഡിലുള്ള ഒരു ഫോട്ടോ ഫ്രെയിം ആട്ടോ. അവിടുത്തെ രാജാക്കന്മാരുടെ ഫോട്ടോ ആണ് അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ ഇപ്പോൾ പോകുന്ന സ്ഥലം പട്ടായൻ്റെ നെയിം ബോർഡൊക്കെ കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാലാണ് ഈ ഒരു സ്പോട്ട് വരുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ വേൾഡിലെ ലാർജസ്റ്റ് ഗോൾഡ് സ്റ്റോർ ആട്ടോ നമ്മളിപ്പോൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആദ്യം പോയ സ്പോട്ടിൽ നമ്മളെ വെൽക്കം ചെയ്യാൻ നിന്ന പോലെ തന്നെ ഇവിടെയും ഒരു ലേഡി ഒരു ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നിന്ന് നമുക്ക് എൻട്രൻസിൻ്റെ അവിടെ തന്നെ നമുക്ക് സ്റ്റിക്കർ തരും. അത് അവർ തന്നെ നമ്മളെ വിസിബിളാകുന്ന രീതിയിൽ കൈൻ്റെ സൈഡിലേക്ക് ഒട്ടിച്ചു തരുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് നമ്മൾ കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാനുള്ളത് ഈ ഗോൾഡിൻ്റെയും ഈ വില കൂടിയ കല്ലുകളൊക്കെ എങ്ങനെയാണ് പ്രകൃതിയിൽ നമുക്ക് കിട്ടുന്നതെന്നുള്ള ഒരു ഡിസ്കവറി. അതാണ് അവർ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കൊണ്ടുപോകാനായിട്ട് അവരൊരു ട്രെയിനിൻ്റെ ഒരു സെറ്റപ്പ് അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ട്രെയിനിൻ്റെ സീറ്റിൻ്റെ സൈഡിൽ തന്നെ സ്പീക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ ആ ഒരു വിഷ്വൽ കാണുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഈ സ്പീക്കറിൽ കൂടെ കേൾക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഏത് ലാംഗ്വേജാണ് വേണ്ടതെന്നൊക്കെ അവർ ചോദിക്കും. അതിന് അനുസരിച്ചിട്ടുള്ള ലാംഗ്വേജിൽ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ അവർ നമുക്ക് അവിടെ തരും. ആദ്യം നമ്മൾ വന്നപ്പോൾ ഒരു ട്രെയിന് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മളെ കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ട്രെയിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലാണ് നമ്മൾ പോകുന്നത്. ഞങ്ങൾ ഇതിലേക്ക് ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്നുള്ള സ്റ്റാഫ് എൻ്റെ അടുത്ത് പറഞ്ഞു അതിൻ്റെ ഉള്ളിലേക്ക് വീഡിയോയും ഫോട്ടോസും. ലാസ്റ്റ് ഡേ നമുക്ക് ഇതുപോലെ തന്നെ ഒരു ജെംസ് ഗാലറി വിസിറ്റ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ഇതൊക്കെ അലൗഡാണ്. ഇതുപോലെ തന്നെ ആണ് ഒരു ട്രെയിന് വന്നിട്ട് നമ്മളെ കൊണ്ടുപോകും. അപ്പോൾ അവിടെ ഫോട്ടോസും വീഡിയോസൊക്കെ അലൗഡാണ്. അത് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ അവർ എടുത്തിട്ടുള്ള വില കൂടിയ കല്ലിൻ്റെ ഒക്കെ ഒരു എക്സിബിഷൻ പോലെ ഉണ്ട്. പിന്നെ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ പല തരത്തിലുള്ള ജ്വല്ലറി മേക്കിങ് അവിടെ നടക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് ലൈവായിട്ട് തന്നെ കാണാൻ പറ്റും. അവരെന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൂടെ ഉള്ള ഒരു സ്റ്റാഫ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. ഇങ്ങനെയാണ് അവർ ഇവിടുന്ന് മേക്ക് ചെയ്തിട്ട് അതിലേക്ക് തന്നെ അവിടെ തന്നെ ഇതിൻ്റെ സെയിൽ ചെയ്യുന്ന സ്റ്റോറുണ്ട്. അവിടേക്ക് കൊണ്ടുപോകുന്നത് നമുക്ക് അവിടുന്ന് ഗോൾഡ് പർച്ചേസ് ചെയ്യണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. തായ് ഗവൺമെൻറ്റിൻ്റെ സ്പെഷ്യൽ ഒരു സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഗോൾഡ് വാങ്ങുമ്പോൾ അവിടുന്ന് തരും എന്നൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. പല തരത്തിലുള്ള സൈസിലുള്ള സ്റ്റോണും കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഗോൾഡ് മാത്രമല്ല ഇതുപോലെ സ്റ്റോൺ വേണമെങ്കിൽ സ്റ്റോണും നമുക്ക് വാങ്ങിയിട്ട് കൊണ്ടുപോകാവുന്നതാണ്. പിന്നെ അതിൻ്റെ ഉള്ളത് നമ്മൾ സാധാരണ ജ്വല്ലറിയിലൊക്കെ പോകുന്ന പോലെയുള്ള ഗോൾഡിൻ്റെ വലിയൊരു വിശാലമായ ജ്വല്ലറിയാണ്. പക്ഷേ അവിടേക്കും എൻട്രി ഇല്ല, ക്യാമറയ്ക്ക് എൻട്രി ഇല്ല. ഈ സ്റ്റോർ വിസിറ്റ് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ റൂമിലേക്കാണ് പോയത്. 2 സ്പോട്ട് വിസിറ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഏതാണ്ട് നല്ല ടയർഡായിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം